God has used Brother Varghese in the past 5 years in various places to touch several lives. In 2005, Brother Varghese went to India to Delhi, Nagaland, Hyderabad, and Bangalore, and 63 people took water baptism in Delhi alone and 10 in Kerala. Welcome and thank you for watching today. Evangelist Kochepa Varghese has been able to minister in many different parts of the world, including different parts of Africa, the Middle East, and India. And God is using this ministry in a great way to impact many, many lives. You can use the information that you see on the screen to contact Evangelist Kochepa Varghese and have him come and minister at your local church to learn more about what God is doing through this ministry. And during their mission trip, they were able to see 3 people who could not walk rise up and walk while they were ministering. बोलिए यीशु के नाम से अभी उठूंगा यीशु के नाम से 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 बड़ी सम्राट यीशु के नाम से എല്ലാ ദൈവമക്കൾക്കും ദാസന്മാർക്കും വേഗമൃതനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയില് കർത്താവിന്റെ ദാസനിലൂടെ നാം അഭിഷേകത്തെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഈ 8-ാം തീയതി മുതൽ നമ്മൾ തുടങ്ങിയിരിക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്: ദൈവപ്രവർത്തിക്ക് തടസ്സം. ഡു നോട്ട് ലിമിറ്റ് ഗോഡ്. ദൈവത്തെ എന്ത് ചെയ്യരുത്? പരിമിതിപ്പെടുത്തരുത്. അനേക കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഭയം, സംശയം, അതുപോലെ തന്നെ പിറുപിറുപ്പ്, പിന്നെ റോങ് ടീച്ചിങ്, റോങ് തോട്ട്സ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ പ്രവൃത്തിയെ നമ്മളെല്ലാം പരിമിതിപ്പെടുത്തുകയാണ്. ഓരോ ഉപദേശങ്ങൾ കേൾക്കുമ്പോഴും അല്ലെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ പറയുമ്പോൾ തിരുവചനത്തിന്റെ ആ ഘനം ഇല്ലാതെയാകുന്നു. അതിന്റെ ആ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളതായിട്ടുള്ള ആ വെയിറ്റ് ഇല്ലാതെയാകുന്നു. അല്ലെ? ആധികാരികത ഇല്ലാതെയാകുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടപ്പോ ഒരു ദേവദാസം പ്രസംഗിക്കുന്ന കേട്ടപ്പോ എനിക്ക് തന്നെ തോന്നി, കർത്താവ് പറഞ്ഞ ഒരു കഥയിനെ, അല്ലെന്നുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞു 3 അപ്പം വാങ്ങാൻ പോയതും 3 സ്നേഹിതന്മാരെ കുറിച്ചും അവര് അതിനെ വേറൊരു ലോകത്തിലേക്ക് കൊണ്ടാണ് ഇന്റർപ്രിട്ടേഷൻ നടത്തി. ഇതിനു മുമ്പ് ഞാനൊരു പ്രാവശ്യം അതിനെ കുറിച്ച് കേൾക്കാനിടയായി. വേറൊരു ദേവദാസൻ ആ അപ്പം എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. കർത്താവ് പറഞ്ഞത് അതേ ആശയത്തിൽ തന്നെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള മൂല്യം കിട്ടും, അതിൻ്റെതായിട്ടുള്ള ആധികാരികതയുണ്ട്. കർത്താവ് പറഞ്ഞത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്നത്? കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ഒന്നും നമ്മുടെ സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടില്ല.
എല്ലാവരും വിചാരിക്കുന്ന ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കപ്പെടും. എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മള് എന്നാൽ മനുഷ്യരെല്ലാം ചിന്തിക്കുന്ന ഏതാണ്? അവരവരുടെ ആവശ്യങ്ങളാണെന്നുള്ളതാണ്, ആ ധാരണയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ റോങ് ചിന്താഗതി വരുമ്പോ ചോദിച്ചിട്ട് കിട്ടിയില്ല, അയ്യോ ഞാൻ പ്രാർത്ഥിച്ചു കിട്ടിയില്ല, പിന്നെ കിട്ടാത്ത എന്താണ്? അത് ഡിലേ ഇതെല്ലാം കൊണ്ടുവന്ന് ദൈവത്തിന്റെ പ്രവൃത്തിയെ ലിമിറ്റ് ചെയ്യാണ്. യേശു കർത്താവ് പറഞ്ഞത് ഒരു കാര്യമാണ്, നീ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. നിനക്ക് പരിശുദ്ധാത്മാവിനെയാണ് ആവശ്യം. നീ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. മുമ്പേ അവന്റെ രാജ്യം, അവന്റെ നീതി അന്വേഷിക്കുക, അതോടുകൂടി സകലതും അവൻ തരാമെന്ന് അവൻ അരുളി ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ എല്ലാം കിട്ടുന്നതാണ് ദൈവമക്കളെ. ഇറ്റ്സ് ഓൾ ഇൻ വൺ പാക്കേജ് ആണ് ഈ പരിശുദ്ധാത്മാവ്. ഇന്ന് അതിനെയാണ് എല്ലാവരും എന്താ ചെയ്തിരിക്കുന്നത്? നാം ഓരോരുത്തരും അതിനെ ലിമിറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ്. അത് തന്നെ പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്ക് വേണ്ടിയ നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുന്നത്, മത്തായി ലൂക്കോസിന്റെ സുവിശേഷം, അതിന് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം. യേശു കർത്താവ് മെന്റ് ചെയ്യുന്നത് എന്താണ്, പഠിക്കുന്നത് എന്താണ്, ഇതാണ് അതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം. ഓക്കെ, 11-ാം അധ്യായം. ഇത് ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നത് 16-ഉം 17-ഉം വാക്യം വായിച്ചു. 11-ന്റെ 16-ഉം 17-ഉം വാക്യം. ഈ തലമുറയെ വായിച്ചോട്ടെ ആരെങ്കിലും. എന്നാൽ ഈ തലമുറ ഏതിനോട് ഉപമിക്കേണ്ടു? ചന്തസ്ഥലങ്ങളിൽ ഇരുന്ന് ചങ്ങാതികളോട്, ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി, നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ വിലാപം പാടി, നിങ്ങൾ മാറത്തടിച്ചില്ല എന്ന് വിളിച്ചു പറയുന്ന അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ചിന്തിക്കണം, വാട്ട് ഈസ് ഹിസ് മീനിങ്? ഹിസ് മീനിങ് എന്താണ്? അതിന്റെ മീനിങ് എന്താണ്? ചന്തസ്ഥലത്തിരുന്ന് യേശു എന്താ പറഞ്ഞത്? അന്ന് അവിടെ ഉണ്ടായിരുന്ന മാർക്കറ്റ് പ്ലേസിൽ അവിടെ ഇരുന്നിട്ട് കുട്ടികൾ പറയും, ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി. നിങ്ങൾ എന്തോ ചെയ്യണമായിരുന്നു? അന്നേരം നൃത്തം എന്ന് പറഞ്ഞാൽ കുഴലൂതിയാൽ ഇവരെന്തോ ചെയ്യണം? നൃത്തം ചെയ്യണം. ഞങ്ങൾ മാറത്തടിച്ചാൽ നിങ്ങൾ എന്തോ ചെയ്യണം? അപ്പൊ അതൊരു ഡ്രാമ പോലെയാണ്. നിങ്ങളും അതുപോലെ, ഈ തലമുറ അതുപോലെ ഇതുപോലെ എന്ന് പറയുന്ന അർത്ഥം എന്താ? ഞാൻ പറഞ്ഞതാരും നിങ്ങളാരും ചെയ്യുന്നില്ല. യേശു പറഞ്ഞത്, ഞാൻ പറയുന്നത് നിങ്ങൾ എന്തോ ചെയ്യുന്നില്ല, പറഞ്ഞത് അതുപോലെ അനുസരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ കുഴൽ ഊതുമ്പോ നിങ്ങൾ എന്താ ചെയ്യണമായിരുന്നു? നൃത്തം ചെയ്യണമായിരുന്നു. ഞാൻ വിലാപം പാടുമ്പോ നിങ്ങൾ എന്താ ചെയ്യണമായിരുന്നു? മാറത്തടിക്കണമായിരുന്നു. നിങ്ങൾ ഞാൻ പറയുന്ന പോലെയല്ല അനുസരിക്കുന്നത്. ഇനി അതിന്റെ 7-ാം അധ്യായത്തിലേക്ക് പറഞ്ഞു പോവാം. എന്താണ് ഇത് മനസ്സിലാകത്തില്ല എന്താ ഞാൻ പറഞ്ഞു വരുന്നത്? അതിന്റെ 7-7 മുതൽ, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ നിങ്ങൾക്ക് കണ്ടെത്തും, മുട്ടുപീൻ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളാകുന്ന നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ ഞാൻ എന്റെ പിതാവിനോട് ചോദിക്കുന്നവർക്ക് നിങ്ങൾക്ക് പണം എത്രയധികം തരും. അതാണെന്ന് പറഞ്ഞ് മീൻ ചെയ്തേക്കുന്നത്. അതോ നിങ്ങൾക്ക് പിള്ളേരെ ഇഷ്ടം പോലെ തരും, വിദ്യാഭ്യാസം ഇഷ്ടം പോലെ തരും, ഇതാണോ അല്ല പറഞ്ഞേക്കുന്നത്? ഇല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജിൽ പിള്ളേരെ കൊണ്ടാക്കാം, ഇതാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. ഇതാണ് പറഞ്ഞ കർത്താവ് പറഞ്ഞേക്കുന്നത്. നന്മ എത്രയധികം തരും. എന്താണ് ഈ നന്മ? ലൂക്കോസിന്റെ അവിടെ അറിയാം എന്താണ് ഈ നന്മ. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം, 11-ാം അധ്യായം. എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? നിങ്ങൾ വല്ലെങ്കിലും വല്ലതും ചെയ്യാറുണ്ടോ? എത്ര മോശമുള്ള വന്നതിയാണെന്നുണ്ടെങ്കിലും അവരെ ബെസ്റ്റ് ഫുഡ് കൊടുക്കും, അല്ലയോ?
ഇന്ന് അമേരിക്ക കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ചിന്തിച്ചിരുന്നത് എന്റെ അപ്പന്റെ അമ്മയുടെ കാലത്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കപ്പയും കൂഞ്ഞിയും ഒക്കെ തിന്നു വളർന്നു, എന്നാൽ എന്റെ കുഞ്ഞുങ്ങൾ അങ്ങനെയൊന്നും ആകരുത് എന്ന് വിചാരിച്ച് ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നിട്ട് അത് ചിക്കൻ നഗറ്റും അതും ഇതും എല്ലാം കൊടുത്ത് പിസായും കൊടുത്ത് ഹംബർഗറും കൊടുത്ത് വളർത്തി അത് വളർന്നു. അങ്ങനല്ലേ വളർത്തുന്നത്? എല്ലാം നല്ലതായിട്ട് വളർത്തി. ഇപ്പൊ എന്ത് പറ്റി? കർത്താവ് കാണിക്കുന്നത് നിങ്ങളിൽ ആളെ ഇങ്ങനെ ഓർഡറുള്ള പോലെ കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്റെ പിതാവിനോട് ചോദിച്ചാൽ അവൻ എന്താ തരുമെന്ന് പറഞ്ഞേക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് വേണ്ടി തന്നതാ. ഇത് വേണ്ടി ആരും ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് പണം വേണം, ഞങ്ങൾക്ക് നല്ല ജോലി വേണം കർത്താവേ, ഞങ്ങൾക്ക് ഇത് വേണം കർത്താവേ, ഞങ്ങൾക്ക് നല്ല അഡ്മിഷൻ കിട്ടണം കർത്താവ്, ഇതാണ് ചോദിക്കുന്നത്. എന്നിട്ട് അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ അതിന് പിന്നെ പരാതിയുമാണ്. ആണോ? അതിന് പരാതിയല്ലേ എപ്പോഴും? ചോദിക്കേണ്ട ആരും ചോദിക്കുന്നുമില്ല, വാങ്ങേണ്ട ആരും വാങ്ങുന്നുമില്ല. എന്താ വാങ്ങേണ്ടത്? ഓക്കെ, ഇപ്പൊ കർത്താവദാസനോട് സംസാരിച്ചോണ്ടിരുന്നപ്പോ ഒരു കാര്യത്തിലാണ് ഞാൻ നിന്നുകൊണ്ടിരുന്നത്. ഒറ്റ കാര്യം, ഞാനത് പറയാനായിട്ട് ഞാനത് എഴുതിക്കൊണ്ടിരുന്നപ്പോഴായിരുന്നു കർത്താവദാസൻ അത് പ്രസംഗിച്ചത്, സംസാരിച്ചത്. അതിന്റെ ആധികാരികതയിലേക്ക് നമ്മൾ കിടക്കാൻ പോണേ. യെശയ്യാ പ്രവചനം 32-ാം അധ്യായം അതിന്റെ 15, 16, 17, 18 വാക്യങ്ങൾ. ഇതിനകത്തിൽ എന്താണ് കർത്താവ് മീൻ ചെയ്തിരിക്കുന്നത്? ഇത് നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുകയാണ് ഇന്ന് രാത്രി കാലം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 15-ാമത്തെ വാക്യം മാത്രം ഒരാളത് വായിച്ചു. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം. അപ്പൊ ഉയരത്തിൽ നിന്ന് എന്നവർ പറഞ്ഞാണ്, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മളോട് പകരുവോളം തന്നെ. എല്ലാവരും ചേർന്ന് പറഞ്ഞാണ്, ഉയരത്തിൽ നിന്ന് നമ്മുടെ മേൽ ആത്മാവിനെ പകരുവോളം തന്നെ. അപ്പൊ ആത്മാവിനെ നമ്മളിലേക്ക് പകരണം. ആര് പകരണം? ഇവിടെ ഇരിക്കുന്ന ദേവദാസന്മാര് പകരണമോ? അതോ വെളിയിൽ വരുമ്പോൾ അത് ഇങ്ങോട്ട് പകർന്നു തരാൻ പറ്റുമോ? അതോ അടുത്തിരിക്കുന്ന ആർക്ക് പകർന്നു തരാൻ പറ്റുമോ? ഇത് ആർക്ക് പകർന്നു തരാൻ പറ്റും? എന്റെ ദൈവത്തിനല്ലാതെ ആർക്കും ഈ ആത്മാവിനെ പകർന്നു തരാൻ പറ്റില്ല. അവരതാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടത് പരിശുദ്ധാത്മാവാണ്. നീ അത് അന്വേഷിക്കണം. അതിനെയാണ് നീ അന്വേഷിക്കേണ്ടത്, അതിനു വേണ്ടിയാണ് തേടേണ്ടത്, അതിനു വേണ്ടിയാണ് നീ മുട്ടേണ്ടത്, വേറൊന്നിനും വേണ്ടിയാണ് മുട്ടേണ്ടത്. ഈ കഥയാമുട്ടെന്ന് പറഞ്ഞ കഥയാമുട്ടെന്ന് എന്തിനാണെന്നറിയാമോ? അവരുടെ കാര്യസാധനത്തിന് വേണ്ടി. ഇതല്ല മുട്ടേണ്ടത്. നീ മുട്ടേണ്ടത് ഒന്നിനാണ്, അത് പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് മുട്ടേണ്ടത്. എനിക്കെന്തിനൊക്കെ വേണ്ടത് ഒന്നാണ് വേണ്ടത്, അത് പരിശുദ്ധാത്മാവാണ്. അത് ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവമക്കളെ നമ്മൾ ഇവിടെ വല്ല സന്തോഷിക്കുന്നത്. ഇത്രയും പരിശുദ്ധാത്മാവുള്ള ഞാൻ ഇത്ര സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ഇത്ര കൂടുതൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞു സന്തോഷിക്കുന്നില്ല. ദൈവമക്കളെ, സാധാരണ മനുഷ്യനെ പോലെ എന്റെ അവന്റെ സന്നിധിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവന്റെ ആത്മാവിനെ തരാമെന്ന് പറഞ്ഞിട്ട് അവൻ തരത്തിലെന്നോ അവൻ തീർച്ചയായിട്ടും തരും. നിങ്ങളെന്തോ നമ്മളെന്താ ചെയ്യണം? എന്ത് ചെയ്യണം? ഇതിനു വേണ്ടി മാത്രം പ്രാർത്ഥിക്കണം, ഇതിനു വേണ്ടി മാത്രം മുട്ടണം, ഇത് മാത്രം അന്വേഷിക്കണം. ഇത് വേണം എനിക്ക് കർത്താവേ, ഇതാണ് എനിക്ക് ആവശ്യം. ഈ 21-ാം നൂറ്റാണ്ടിൽ നമുക്ക് ഒരു വിജയകരമായ ജീവിതം ജീവിക്കണമോ അവിടെ പരിശുദ്ധാത്മാവിന്റെ ഒരു അത്യന്ത ശക്തി വ്യാപരിക്കണം. പാട്ടുപാടിയാ പറ്റത്തില്ല, കുട്ടോളമല്ല, അറിയോളമല്ല, നീന്തിന്നല്ലാതെ കുളിക്കാനല്ലാതെ നമുക്ക് പാടിയാൽ അത് പണി കൊടുക്കത്തില്ല. പാടി ഡ്രമ്മടിച്ചാൽ പടക്കത്തില്ല. മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചത് പാടി നൃത്തം ചെയ്തു, ഡ്രാമ കളിച്ചാൽ പണി നടക്കത്തില്ല. ഇതിനെ പ്രാപിക്കണം. ഇതിനു വേണ്ടി ഒരു ആഗ്രഹം വേണം, ഇതിനു വേണ്ടി പ്രവർത്തിക്കണം, ഇതിനു വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കണം, സമയം ചെലവഴിക്കണം. യു ഹാവ് ടു പേ ദ പ്രൈസ് ഫോർ ദാറ്റ്. ചുമ്മാതെ കിട്ടുന്ന ഒന്നല്ല. ഇന്ന് ആർക്കും നേരമില്ല. കർത്താവിന്റെ നേരം നിന്നെ കൊണ്ട് നടക്കേണ്ടത്. 2 മണിക്കൂർ ഇങ്ങോട്ട് വന്നു ഓടി വന്ന് എന്തോ പറയുന്നതെന്ന് പറഞ്ഞ് കേട്ടിട്ട് ഞാൻ പറയുന്ന പോലെ നടക്കണമെന്ന് പറഞ്ഞതിന് നിനക്ക് കർത്താവിന് എത്ര വലിയ അത്യാവശ്യം ഇങ്ങനെ നടക്കേണ്ടത്. ഇപ്പൊ 21-ാം നൂറ്റാണ്ടിൽ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് വേണം ചെയ്യട്ടെ. ആർക്കാവശ്യം? കർത്താവ് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. നമ്മുടെ ആവശ്യമാണ് തേടിയെടുക്കുക. നമ്മുടെ ആവശ്യമാണ് നേടിയെടുക്കുക എന്നുള്ളത്. ദൈവമക്കളെ ഇത് നേടിയെടുക്കേണ്ടതാണ്. ഇത് ഇല്ലാതെ
ഈ തലമുറയിൽ വലിയ ബുദ്ധിമുട്ടാണ്. പ്രൈസലാണ്. പഴയ നിയമ വിശുദ്ധന്മാര് ഇതിനുവേണ്ടി ആഗ്രഹിച്ചു, ഇതിനുവേണ്ടി തേടി. അവർക്ക് ലഭിക്കാത്തത് ഈ പുതിയ നിയമ സഭയ്ക്ക് കൊടുക്കുവാൻ ദൈവത്തിന് പ്രസാദമായി. കർത്താവ് പറയുന്നത് നീതിമാന്മാരും പ്രവാചകന്മാരും നിങ്ങൾ കാണുന്നത് കാണാൻ ആഗ്രഹിച്ചു, നിങ്ങൾ കേൾക്കുന്നത് കേൾക്കാൻ ആഗ്രഹിച്ചു, പക്ഷെ പറ്റിയില്ല. നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. ഇന്ന് ദൈവമക്കളെ ഇന്ന് എല്ലാവരും അങ്ങ് ഉപേക്ഷിച്ച് നടക്കുകയാണ്. ചുമ്മാതെ വെറുതെ എന്ത് കിട്ടും? വെറുതെ ലോകത്തിൽ എന്ത് കിട്ടും? വെറുതെ ഏതെങ്കിലും സാധനം വെറുതെ കിട്ടുമോ? പിന്നെ ദൈവത്തിൽ നിന്നും എന്തോ വേണം? ദൈവമക്കളെ, ലോക മനുഷ്യരോട് ചോദിച്ചു നോക്കാൻ എന്തിനധികം പറയുന്നത്? നമ്മുടെ കേരളത്തിനോട് ചോദിച്ചാൽ അവര് വെറുതെ വാങ്ങാനായിട്ട് പോകത്തില്ല. അവരും അവരുടെ ദൈവത്തിനൊക്കെ ചെല്ലുന്നത് അവർ വില കൊടുത്തായിരിക്കുന്നത്. ഹാലേലൂയ, സ്തോത്രം. ആണല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാം. ഹാലേലൂയ. അമ്പലങ്ങളിലും പള്ളികളിലും ചെന്നാൽ ഉരുണ്ടുരുണ്ട് ലേഖം മുഴുവൻ മുറിവ് വരുത്തുന്നു, എന്തെല്ലാം വരുത്തുന്നു. അവരൊരു വില കൊടുക്കുന്നു അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി. ഇവിടെ ദൈവത്തിന്റെ ആത്മാവിനെ നിനക്ക് പ്രാപിക്കാൻ വേണ്ടി നിനക്ക് സമയം ചെലവഴിക്കാൻ നേരമില്ലല്ലേ? അനുഗ്രഹം പ്രാപിക്കുവാൻ നേരമില്ല. അവർക്കല്ല ദൈവമക്കളെ എനിക്ക് വേണം. ഞാൻ അതിനു വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. എന്റെ കർത്താവിനെ എനിക്ക് ലിമിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നെ വിളിച്ചുകൊണ്ട് വന്ന കർത്താവ് എനിക്ക് തരിക തന്നെ ചെയ്യും. പറഞ്ഞാൽ ഞാൻ പ്രാപിച്ചിട്ടേ മടങ്ങുമെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയാം, ഞാൻ പ്രാപിക്കും. എനിക്കതിനെയാണ് ആവശ്യം. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകരുവോളം തന്നെ. പകർന്നാൽ എന്ത് സമയമോ? ഉദ്യാനം. മരുഭൂമി എന്തായി തീരും? ഓ, നിന്റെ മരുഭൂമി പോലെയുള്ള ജീവിതമുള്ളത് അതൊരു ഉദ്യാനമായി മാറും, ഒരു പൂന്തോട്ടമായി മാറും. നീ ഒന്ന് ചോദിക്കണ്ട ദൈവമക്കളെ, മരുഭൂമിയാണോ ഇല്ലായ്മയാണോ? അത് പൂന്തോട്ടമായിട്ട് മാറും. അതിന് പൂന്തോട്ടം എന്ന് നോക്കി ഉണങ്ങി വരണ്ട് നിൽക്കുന്ന ജീവിതങ്ങൾ അതിന് ഉദ്യാനമായിട്ട് മാറണമോ? അതിന് നീ ചോദിക്കണ്ട. മരുഭൂമി നിന്റെ മരുഭൂമി മാറണമോ? നിനക്ക് പരിശുദ്ധാത്മാവിനെയാണ് ആവശ്യം, വേറൊന്നുമല്ല ആവശ്യം. നീ ചോദിക്കേണ്ടത് ഒന്നാണ്, അത് പരിശുദ്ധാത്മാവിനെയാണ് ചോദിക്കേണ്ടത്. നിന്റെ മരുഭൂമിയുള്ള ജീവിതം മാറും. അത് എങ്ങനെ മാറും? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോ. മരുഭൂമി പോലുള്ള ജീവിതം മാറണമെന്ന് ദാസനെ മാറണമെന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കാൻ, പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കാൻ. കർത്താവ്, നിന്റെ ആ ഉയരത്തിൽ നിന്ന് നിന്റെ ആത്മാവിനെ എന്റെ പേരൊന്ന് പകർന്നുണ്ട്. കർത്താവേ, നിന്റെ ആത്മാവിനെ എന്റെ പേരൊന്ന് പകർന്നുണ്ട്. അതിനെ എന്റെ ഈ മരുഭൂമി പോലുള്ള ജീവിതം എനിക്കൊരു ഉദ്യാനമായി മാറ്റണം. മരുഭൂമി പോലുള്ള എന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരണം. ഉണങ്ങി വരേണ്ട ഈ ജീവിതത്തിൽ ഒരു മാറ്റം വരണം. എല്ലാവരും കർത്താവെ നീ ഇത് മാറ്റണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കുക. കർത്താവ് മോളെ, മകനെ, ഞാൻ മാറ്റാൻ തയ്യാറാണ്. നീ പ്രാർത്ഥിക്കേണ്ടി പോലെ പ്രാർത്ഥിച്ച, നീ ചോദിക്കേണ്ടി ചോദിച്ചില്ല, ഞാൻ മാറ്റി തരാം. ചോദിക്കേണ്ടത് ചോദിക്കണം. ചോദിക്കേണ്ടത് ചോദിക്കണം. ദൈവത്തോട് ചോദിക്കേണ്ട കാര്യമാണ് ചോദിക്കേണ്ടത്. കർത്താവേ, നീ കർത്താവിനെ പറഞ്ഞ് പഠിപ്പിക്കും എങ്ങനെയൊക്കെ തരേണ്ടിയെന്ന്. ഈ ഇവിടുന്ന് ഞാൻ എന്റെ ആപ്ലിക്കേഷൻ അപ്ലോഡ് കൊടുക്കുന്നുണ്ട്. അവിടുത്തെ ആ സൂപ്പർവൈസറിന് ദയ തോന്നണം. ആ സൂപ്പർവൈസർ അവിടുന്ന് പോയി മറ്റേ ടേബിളിൽ ചെന്നോണം, അവർക്ക് കർമ്മ തോന്നണം. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് കിട്ടണം. ഇതൊക്കെ പറഞ്ഞ് കർത്താവിനെ പറഞ്ഞ് പഠിപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും അറിയാം. അല്ല, അങ്ങനെ കേൾക്കുന്ന പ്രാർത്ഥന ഈ പറഞ്ഞ് പഠിപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഞാൻ ഇങ്ങനെ കേട്ടു. ഒരു ദിവസം 1-2 പ്രാവശ്യം ഇങ്ങനെ കേട്ടു. ഞാൻ ഉദ്ദേശിച്ചു ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കണം. അപ്പൊ ഞാനും ഷേർലയും മോനും കൂടെ അവിടെ ഇരിക്കുക. നമ്മൾ പ്രാർത്ഥിക്കാൻ 3 പേരും കൂടെ. അപ്പൊ അവന് ഒക്ലഹോമയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഒരു കല്യാണം വാച്ചകാഴ്ച നടക്കുകയാണ്. അവൻ്റെ കൂടെ പഠിച്ചൊരു യുവക്കാരന്. അപ്പൊ ബൈബിൾ കോളേജ് വെച്ച് നടക്കുക. അപ്പൊ അവൻ അവിടെ പോകണം. എന്നോട് പറഞ്ഞു, പപ്പ ഞാൻ ഡാളസിൽ വന്നിട്ട് ഡാളസിൽ നിന്ന് വീട്ടിൽ വന്ന് കയറിയിട്ട് വീട്ടിൽ നിന്ന് ഞാൻ നേരെ എവിടെ പോകും? വാസകാഴ്ചയിൽ പോകും. അപ്പൊ അവിടെ പകുതി വഴിയാണ് പറഞ്ഞു കല്യാണം മാറ്റി വെച്ചു. ഞാൻ പറഞ്ഞു, ഇതെന്ത് കല്യാണമാണ് മാറ്റി വെച്ചത്?
ഒരു കല്യാണം. പിന്നെ പറഞ്ഞു ഞാനിങ്ങനെ തിരിച്ചു വരിക. ഓക്കെ മോനെ പോരെങ്കിൽ പോരെ. അവിടെ തിരിച്ചു വന്നു. പിന്നെ പറഞ്ഞു പിന്നെ കല്യാണം, പിന്നെ ഓണായി എന്നാ പോകാം. അപ്പൊ വൈകുന്നേരം ഒരു കാര്യം സാധിക്കാതെ പുള്ളി വീട്ടിൽ വന്നു. അപ്പൊ ഞാൻ ഇവര് പറയുന്ന മാതിരി ഒന്ന് പ്രാർത്ഥിക്കാം, താവേ എന്റെ മോൻ ഒക്കളമായി വന്നു നിർത്താവേ, വരുന്ന വഴിക്ക് കല്യാണം ഓണായിരുന്നു പറഞ്ഞു. കല്യാണം ഓണാകുന്നതിന് വേണ്ടി അങ്ങോട്ട് പോകുന്ന വഴിക്ക് കർത്താവേ അവിടെ പറഞ്ഞു, തിരിച്ചു പറഞ്ഞു അത് ഓഫായി എന്ന് പറഞ്ഞു. പിന്നെയും തിരിച്ചു വരുന്ന കർത്താവേ. അപ്പൊ പിന്നെയും തിരിച്ചു പോയി കർത്താവേ അവന്റെ വഴിയിലൊക്കെ കൂടെ ഇരിക്കണേ. അപ്പൊ ഞാനിങ്ങനെ കണ്ണു അടച്ച് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നാണ് ഷേർലി മോനും കൂടി ഇത് ശീലിക്കാൻ തുടങ്ങി. എന്നോട് ചോദിച്ചു മോനോട് എന്തായി പറയുന്നത്? ഞാൻ പറഞ്ഞു എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊന്ന് പ്രാർത്ഥിച്ചു ഒക്കുമോ എന്ന്. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഇതുപോലൊക്കെയാ. ഞാനും ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാം ഇതൊക്കെ ഒന്ന് ഒത്തു കിട്ടുമോ. പക്ഷെ ഒക്കുന്നില്ല. എന്താ ഒക്കാത്തത്? എനിക്കങ്ങനെ പ്രാക്ടീസ് ഇല്ല. കർത്താവ് പറഞ്ഞോളെ നമുക്കൊന്നാ ദൈവമകളെ വേണ്ടിയത്. ദൈവമൈനെ നമുക്കൊന്നാ വേണ്ടിയത്. എന്താ വേണ്ടിയത്? പരിശുദ്ധാത്മ വന്നാൽ എന്തോ കിട്ടും? നിന്റെ മരുഭൂമി മാറും. മരുഭൂമി മാറണമെന്ന് ആഗ്രഹമുണ്ടോ? ഈ മരുഭൂമിയുള്ള ജീവിതത്തിന് മാറ്റം വരണമെന്ന് ആഗ്രഹമുണ്ടോ? ഈ മരുഭൂമി പോലെ ഉണങ്ങി വരേണ്ട ജീവിതത്തിന് മാറ്റം വരണമെന്നുള്ളത് പരിശുദ്ധാത്മാവ് ഉയരത്തിൽ നിന്ന് നിന്റെ മേൽ വരണം. അത് എങ്ങനെ വരണം? ശക്തിയോടെ വരണം. ഈ യോഹന്നാന്റെ സുവിശേഷം ഞാൻ എനിക്കറിയത്തില്ല കർത്താവ് ഇങ്ങനെ കൊണ്ടുപോകുന്നു. നമുക്ക് അങ്ങോട്ട് പോകാം. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യം വായിച്ചു. അതിനുശേഷം യേശു പിന്നെയും തിബിരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനായിലെ നദനയിലും സെബദി മക്കളും അവരുടെ ശിഷ്യന്മാർ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശിമോൻ പത്രോസ് അവരോട് ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട പടവ് കയറി. കർത്താവ് പ്രത്യക്ഷനായി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടും പിന്നെ പറയാം ഞാൻ എന്റെ ജീവിതം എന്തുവാ? വരണ്ട ജീവിതം. ഇനിയിപ്പോ ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നത്? ഉണങ്ങി വരണ്ടിരിക്കുക. ഇനിയിപ്പോ ജീവിക്കണമെങ്കിൽ ഞാനായിട്ട് വല്ലതൊക്കെ ചെയ്യണം. കർത്താവ് പ്രത്യക്ഷനായി, പല പ്രാവശ്യം പ്രത്യക്ഷനായി. എന്നിട്ടും ഇത്രയും ദൈവവചനം കേട്ടു, കർത്താവിന്റെ കൂടെ നടന്നു, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, മരിച്ചവരെ ഉയർപ്പിക്കുന്നത് കണ്ടു, ഇതെല്ലാം കണ്ടു, കുട്ടനായി സൗഖ്യമാകുന്ന കണ്ടു, വാർത്ത സെല്ലാറ്റി കിടക്കുന്നത് കണ്ടു, കട്ടിൽ കടന്നുകൊണ്ട് പോകുന്നത് കണ്ടു, മേൽക്കൂര വളച്ച് ഇറക്കിക്കൊണ്ടുവരുന്നത് കണ്ടു. എല്ലാം കണ്ട മനുഷ്യനാണ്. ഇപ്പൊ പറയാണ് കർത്താവ് പ്രത്യക്ഷനായിട്ട് പറയാം ഞാനിപ്പോ പോവാ. എങ്ങോട്ട് പോവാ? എങ്ങോട്ടാ പോകുന്നത്? 10 വർഷം എങ്ങോട്ടാ പോകുന്നത്? മീൻ പിടിക്കാൻ പോവാ. എന്താ പറ്റി? ഒരെങ്കിൽ വരേണ്ട ജീവിതമാ. ഇനി വല്ല കഴിക്കണമെന്നുണ്ടെങ്കിലേ ഇനി ഞാൻ പോകണം, വല്ല അധ്വാനിക്കണം. എന്താ കാര്യം എന്താണെന്നറിയാം? അവരുടെ മേൽ എന്തോ ഇല്ലാന്നറിയാം. പരിശുദ്ധാത്മ വന്നപ്പോ ഇപ്പൊ എന്ത് പറ്റി? ആളിന് പരിശുദ്ധാത്മ വന്നപ്പോ ഇപ്പൊ എന്താ പറ്റി? നീ ഇവിടെ ഇരുന്ന് യാചിക്കാന്നോ? യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ അന്നേരം പറയുന്നത് നീ പോയിട്ട് മീൻ പിടിക്കാൻ കൊണ്ടുപോകുന്നല്ലേ പറഞ്ഞത്? ആണോ? പരിശുദ്ധാത്മ വന്നപ്പോ പറയണേ നീ ഇവിടുന്ന് യാചിക്കാന്നോ? എത്ര കാലമായി? ഒരുപാട് കാലമായി ഞാൻ കണ്ടോണ്ടില്ല. എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. പ്രൈസോടെ എന്താണെന്നറിയാമോ? അവന്റെ മേൽ ഉയരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടു വന്നു. ദൈവമക്കളെ, ഈ ഉയരത്തിൽ ശക്തി വരുമ്പോ ഈ ഉണങ്ങി വരേണ്ട ജീവിതങ്ങള് ഉദ്യാനമായിട്ട് മാറും. കുതിച്ച് ചാടുവാനിടയായി തീരും. എനിക്ക് തോന്നുന്നില്ല ഈ ഒരിട്ട വാക്യം കൊണ്ട് എനിക്ക് മുഴുവൻ തീർക്കാൻ പറ്റുമെന്ന്. ആ ഉയരത്തിൽ നിന്ന് എനിക്ക് നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ശക്തിയാണ് വേണ്ടത്. ദൈവത്തിന്റെ ശക്തി ഇത് നമ്മൾ പ്രാപിക്കണം. ദൈവമക്കളെ, അതിനായിട്ടൊരു വാഞ്ച വരണം, അതിനായിട്ടൊരു ആഗ്രഹം വരണം. എന്റെ ഈ ഉണങ്ങി വരേണ്ട ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിന് ഈ ഉണങ്ങി വരേണ്ട ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം. എന്തുകൊണ്ടാണ് നീ അധ്വാനിക്കാൻ പോകുന്നത്? എന്തുകൊണ്ടാണ് ക്ഷീണിതനാകുന്നത്? ഇത്രയും കാലം ദൈവം നിന്നോട് സംസാരിച്ചതല്ലേ? നീ ദൈവത്തോടു കൂടെ നടന്നവനല്ലേ? നിനക്ക് ദൈവവചനം അറിഞ്ഞുകൂടെ? നീ അത്ഭുതങ്ങളെ കണ്ടവനല്ലേ? പക്ഷേ ഇപ്പോഴും നിന്റെ ജീവിതം ഉണങ്ങി വരണ്ടിരിക്കുന്നു. അത് ഒന്നാണ് പരിശുദ്ധാത്മാഭിഷേകമില്ലാഞ്ഞിട്ടാണ്. അനേക ദൈവമക്കളുടെ ജീവിതം ഇതുപോലെ ഉണങ്ങി വരേണ്ടതാണ്.
ഇന്ന് അനേക ജീവിതം. ദൈവമക്കളെ, ഈ അല്പാഭിഷേകത്തിന് ഇത്രയും ശക്തി എനിക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ശക്തിയല്ല വേണ്ടത്. അവന്റെ പരിപൂർണ്ണമായ അവനെ മുഴുവനായിട്ട് ഇന്ന് രാവിലെ കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ ഹല്ലേലൂയ സ്തോത്രം. 1 തിമോത്തിക്കകത്ത് പറഞ്ഞ മാതിരി അതെന്തോ അത് പറഞ്ഞത്, തന്റെ സ്വഭാവം ത്യജിക്കുവാൻ അവന് കഴിയുകയില്ല. അവന്റെ സ്വഭാവം ത്യജിക്കാൻ അവന് കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞു ഉയരത്തിന് നിനക്ക് ശക്തി കിട്ടുമെന്ന്, ഉയരത്തിന് ശക്തി ലഭിക്കുവോളം നീ നഗരത്തിൽ ഇരിക്കാൻ പറഞ്ഞു, ഉയരത്തിന് ശക്തി വരുവോളം നീ നഗരത്തിൽ ഇരിക്കാൻ പറഞ്ഞു. ഇവിടെ യെശയ്യാവിനോട് പറയണ ഉയരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ പകരുവോളം തന്നെ അവിടെ നമുക്ക് വിടുതല പറയണം. അവിടെ വിടുതലാന്ന് പറഞ്ഞാണ്, അവിടെ വിടുതലാ സത്യം, അവിടെ വിടുതലാ എനിക്ക്. അവിടെ എന്റെ മരുഭൂമി ഉദ്യാനമായിട്ട് മാറും. അവിടെ ചില പൂക്കളൊക്കെ പൂക്കാൻ തുടങ്ങും. അവിടെ ചില നല്ല നല്ല ചെടികൾ കിളുത്തു വരുവാൻ തുടങ്ങും. അവിടെ മനോഹര വസ്തുക്കൾ വരുവാൻ തുടങ്ങും. അവിടെ നീ ഒന്നും അന്വേഷിക്കണ്ട, നീ മനോഹരമായത് പുറയാതെ പോകണ്ട. മനോഹരമായത് അവിടെ വരാൻ തുടങ്ങും. പ്രൈസലോട് അതിന് നിനക്ക് വേണ്ടി നല്ല കാര്യങ്ങളൊക്കെ അവിടെ വരാൻ തുടങ്ങുന്നു. പക്ഷെ വേറെ കാര്യമുണ്ട്, നിന്റെ ഈ മനോഹരമായിട്ടുള്ളതൊക്കെ ഉണ്ടല്ലോ, അത് എണ്ണിയെടുക്കാൻ സാധിക്കും. എന്താ എണ്ണിയെടുക്കാൻ സാധിക്കും. ഉദ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യാനത്തിലെ പൂക്കളെ പറ്റി എന്താ പറയുന്നത്? ഉദ്യാനത്തിൽ എത്ര പൂവുണ്ടെന്ന് എണ്ണം തരും. കർത്താവ് അതല്ല ആഗ്രഹിക്കുന്നത്, എന്തുമാത്രം ഉണ്ടെന്ന് എണ്ണാനല്ല. കർത്താവ് പറയുന്നത് അതിനെ അവസാനം ഞാനത് ഒരു വനമാക്കി മാറ്റും. പറഞ്ഞാൽ ഞാനൊരു വനമാക്കി മാറ്റും. അതൊരു വനമാക്കി മാറ്റുവാൻ അവന് പദ്ധതിയുണ്ട്. ദൈവമക്കളെ, ഈ ആത്മാവിനെ ലഭിച്ചാൽ അതിനെ ഒരു വനമാക്കി മാറ്റുവാൻ, നിന്റെ ഹാലിനെ എണ്ണി എണ്ണി ചിട്ടപ്പെടുത്തുവാനല്ല, അതിനെ എണ്ണിയാ തീരാത്ത പോലെ വനസമൂഹമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. അവന്റെ പരിശുദ്ധാത്മാവിന് കഴിയും. ഈ പരിശുദ്ധാത്മാവിനെ ഇന്ന് രാത്രികാലം നമുക്ക് പ്രാപിക്കാൻ സാധിക്കുമോ? പ്രൈസലോട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ 2 കാര്യം പറഞ്ഞിട്ട് അവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഒരുപാട് കാര്യം പറയാനുണ്ട്. ഹാലലൂയ ദൈവമക്കളെ, ഇത് മുഴുവൻ പോകണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞ 2-3 മണിക്കൂർ സമയം വേണം. ഈ പരിശുദ്ധാത്മാവിന്റെ ഹാലലൂയ ഉയരത്തിൽ നിന്ന് പകർന്നു വന്നാൽ അനുഭവിക്കുന്ന നന്മ 2007 ഞാൻ ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചതായിരുന്നു. 2007 എന്റെ വിഷയം 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന പരിശുദ്ധാത്മാവ് എന്ന വിഷയമായിരുന്നു. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും അവന്റെ ആത്മാവിനെ പകർന്നാൽ ദേശനിവാസികൾക്കൊരു വ്യത്യാസമുണ്ടാകും, നമുക്കൊരു വ്യത്യാസമുണ്ടാകും. അത് നമുക്ക് ആവശ്യമാണ്, മനുഷ്യർക്ക് ആവശ്യമാണ്, ഇന്ന് ദൈവജനങ്ങൾക്ക് ആവശ്യമാണ്. ദൈവമക്കളെ, ഇത് നമ്മൾ അനുഭവിക്കേണ്ട നന്മയാണ്. ഇതാണ് ദൈവത്തിന്റെ നന്മ. ഇതിൽ കവിഞ്ഞ നന്മ വേറെ ഇല്ല. അത് മുഴുവനായും അവനാണ്. അവന്റെ നന്മ അനുഭവിക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അനുഗ്രഹിക്കപ്പെടാൻ വിളിച്ചിരിക്കുകയാണ്. അവൻ പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ വന്നത് നിനക്ക് ജീവൻ ഉണ്ടാകുവാനായിട്ടാണ്. മരുഭൂമിയാക്കാനല്ല വന്നിരിക്കുന്നത്, ജീവൻ ഉണ്ടാകുവാനാണ് വന്നിരിക്കുന്നത്. അത് സമൃദ്ധിയായിട്ടുണ്ടാകണം, വനം പോലെ ആകെ തീരണം. അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അവന്റെ ആത്മാവിനാണ് അത് കഴിയും. അവന്റെ ആത്മാവ് എന്നിലേക്ക് നിന്നിലേക്ക് പകരുമ്പോൾ അത് നടക്കും. ദൈവമക്കളെ, ഇന്ന് എല്ലാവരും എന്താ ചെയ്തിരിക്കുകയാണ്? അതിനെ എനിക്കത് ലിമിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ആവശ്യം എന്റെ ഹൃദയത്തോട് തൊട്ടിട്ട് പറഞ്ഞാണ് എനിക്കത് ആവശ്യമാണെന്ന് പറയുന്നത്. ആവശ്യമുള്ളത് പറഞ്ഞാണ് എനിക്കത് ആവശ്യമാണ്. കർത്താവ് എന്റെ മേൽ അതിന്റെ ആത്മാവിനെ ഒന്ന് പകരണം. കർത്താവ് നീ വാഗ്ദത്തം ചെയ്തതാണ് ഉയരത്തിൽ നിന്നുള്ള ശക്തി ലഭിക്കുവോളം നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു അവിടെ ഇരിക്കുവാൻ. കർത്താവെ, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകരുവോളം തന്നെ ഞങ്ങളുടെ ഈ മരുഭൂമി പോലെയുള്ള ജീവിതത്തിന് ഒരു വ്യത്യാസം വരുത്തണം. കർത്താവെ, അതിനായി നിന്റെ ആത്മാവിനെ ചോദിപ്പീരെന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് നീ അറിയിച്ചിരിക്കുന്നു. അന്വേഷിച്ചാൽ കണ്ടെത്തുമെന്ന് നീ പറഞ്ഞിരിക്കുന്നു. കർത്താവെ, മുട്ടിയാൽ തുറക്കാമെന്ന് അറിയിച്ചിരിക്കുന്നു. അത് എനിക്ക് ആവശ്യമാണ്. നീ കുഴലൂതി ഞങ്ങൾ നൃത്തം ചെയ്യുകയാണ്. നീ വിലാപം പാടി ഞങ്ങൾ മാറാൻ തുടങ്ങുകയാണ്.
ദൈവമക്കളെ നമുക്ക് വേണം, നമ്മളത് പ്രാപിക്കണം. ഇന്ന് രാത്രികാലം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പാട്ട് പാടാം. നമുക്കൊരു പാട്ട് പാടി പരിശുദ്ധാത്മാവിനെ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് ഒരു പാട്ട് പാടി ആരാധിക്കാം. Thank you for watching Brother Varghese's ministry. If you'd like to contact us for more information, a DVD, or need prayer, please email us at inchrist24@gmail.com. Thank you and God bless you, and please continue to keep our ministry in prayer.